അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഒരു സഭയ്ക്കകത്ത് നടക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളതാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെ കിട്ടും? അപ്പൊ ആൾക്കാർ പലപ്പോഴും ചിന്തിക്കുന്ന ഞങ്ങളെ രക്ഷയിലോട്ട് കൊണ്ടുവന്ന പാസ്റ്ററുടെ ഉപദേശം കേൾക്കാവുന്നതാണ്. പക്ഷെ പാസ്റ്റർ ഇന്ന് സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിച്ചാൽ നാളെ യെശയ്യാവിൽ നിന്ന് പ്രസംഗിക്കും, നാളെ കഴിഞ്ഞ് യോഹന്നാന്റെ സുവിശേഷമായിരിക്കും. ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ ശരിക്കും അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന് ശേഷം ബൈബിൾ നോക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കാണാം. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള, അതിനുശേഷം വെളിപ്പാട് പുസ്തകം. ഇതാണ് അപ്പോസ്തലന്മാർ സഭയ്ക്ക് കൊടുത്ത ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങളാണ് എല്ലാ സഭകളും അത്യാവശ്യമായിട്ടും അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടത്. ഈ അപ്പോസ്തലിക ഉപദേശങ്ങൾ പഠിക്കുന്നില്ല, ഒരു സഭയിൽ പഠിക്കുന്നില്ലെങ്കിൽ ആ സഭ ഒരു ക്രിസ്തീയ സഭയല്ല. ക്രിസ്തു തലയായ സഭ